97 ദിവസമായി സീസൺ തുടങ്ങിയിട്ട്. അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കുറച്ച് കണ്ടസ്റ്റൻസ് ഉള്ളൂ. അവർ നിലവിലുണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് പറയുന്ന ഒരു പ്രഷർ കുക്കർ ഫീലാണെന്നുള്ളത്. പക്ഷേ ഇപ്പം നിലവിൽ അതിൻ്റെ ഉള്ളിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന 6 കണ്ടസ്റ്റൻസിനെ വോൾക്കാനോയുടെ ഉള്ളിലാണെന്ന് ഞാൻ പറയും. മിഡ് വീക്ക് എവിക്ഷൻ വരുന്നുണ്ട്, അത് വേറെ വള്ളി. അപ്പോൾ ബിഗ് ബോസിൻ്റെ കിളിയും കിളിക്കൂടും പറയും. കാരണം ഓടി നടന്ന് വാണിംഗ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ജാൻമണിക്ക് വാണിംഗ് കൊടുത്തു, പൂജയ്ക്ക് വാണിംഗ് കൊടുത്തു, റസ്മിന് വാണിംഗ് കൊടുത്തു, അഭിഷേകിന് വാണിംഗ് കൊടുത്തു, എല്ലാവർക്കും വാണിംഗ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് പുറത്ത് ഒരു കാര്യവും സംസാരിക്കാൻ പാടില്ല. കാരണം നിങ്ങൾ ചെയ്യുന്നത് ഒരു ചതിയാണ്. കാരണം അതിൻ്റെ അകത്ത് പോയിട്ട് അവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു അവർ ആ ഒരു പീക്കിൽ നിൽക്കട്ടെ. പീക്കിൽ നിന്ന് റിയലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സിനെ നിങ്ങൾ തുലയ്ക്കല്ലേ. അവർ പുറത്തേക്ക് തന്നെയല്ലേ വരുന്നത്, 2 ദിവസം കഴിഞ്ഞാൽ പുറത്തേക്ക് തന്നെയല്ലേ വരുന്നത്. അപ്പോൾ ഇതൊരു ബേസിക് റൂളാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് നിങ്ങൾ പോയിട്ട് ആക്ഷൻ കാണിക്കുകയും കെട്ടിപ്പിടിച്ച് ചെവി പറയുകയും, നിങ്ങൾ കെട്ടിപ്പിടിച്ച് ചെവി പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. തൊട്ടടുത്തേക്കുന്ന ആൾ കേൾക്കില്ല എന്നുള്ളൂ. പ്രേക്ഷകരും കേൾക്കും, ബിഗ് ബോസും കേൾക്കും, എല്ലാവരും കേൾക്കും. അതേപോലെ ആംഗ്യം കാണിച്ചാലൊക്കെ മനസ്സിലാവും നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ ക്യാമറയും എന്തൊക്കെ ഹിഡൻ സംഭവങ്ങളുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയില്ല. അപ്പോൾ ബിഗ് ബോസ് എന്തായാലും കട്ടക്കൽപ്പിലാണ്. എല്ലാവർക്കും വാർണിംഗ് കൊടുത്തിട്ട് റസ്മിന് 2 പ്രാവശ്യം വാർണിംഗ് കൊടുത്തു. കാരണം എനിക്ക് മനസ്സിലാവാത്തത് ഇവർക്ക് എന്താണ് ഇത് അറിയാൻ പാടില്ല. ഇത്രയും ദിവസമായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടിരുന്ന ഒരാൾ, കളിച്ചുകൊണ്ടിരുന്ന ആളുകൾ പുറത്തേക്ക് പോയിട്ട് വന്ന് കഴിയുമ്പോൾ ഇതൊന്നും പറയാൻ പാടില്ല എന്നുള്ളൊരു ബേസിക് മര്യാദയില്ലേ ആവോ എന്തോ. ലൈക്ക് ജാസ്മിനാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നതും മറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ വഴി ഓരോ രീതിയിൽ കാര്യങ്ങൾ ആൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ലാലേട്ടനും ഹിൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പോയിട്ട് മേ ബി അവരോടുള്ളൊരു ഇഷ്ടം കൊണ്ടോ അവരോട് ആൻസൈറ്റി ലെവൽ കണ്ടിട്ടോ അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും അവർ പറയാൻ ശ്രമിക്കുന്നതായിരിക്കാം. ഇതിപ്പോൾ കയ്യാറൊക്കെ ആയില്ല എന്നുള്ളൊരു മൈൻഡ്. പക്ഷെ നിങ്ങൾ അത് ചെയ്യാതിരിക്കുക. കാരണം ബിഗ് ബോസ് ഓരോ മിനിറ്റ് വെച്ചിട്ടാണ് ലൈക്ക് എന്ത് ചെയ്യുന്നത്, വാർണിംഗ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. റസ്മിന് 2 പ്രാവശ്യമാണ് വാർണിംഗ് കൊടുത്തത്. പിന്നെ നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരുന്ന മൊമെൻ്റ് ഗബ്രി എത്തി എന്നാണ് അറിഞ്ഞത്. ഗബ്രി ഹൗസിൻ്റെ ഉള്ളിലോട്ട് കയറി എന്നാണ് അറിഞ്ഞത്. അപ്പം ഞാൻ വേറൊരു സംഭവം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ റസ്മിൻ്റെ കയ്യിലാണ് ജാസ്മിൻ്റെ ഭാവി എന്നുള്ളത്. ആ വീഡിയോ കേൾക്കാത്തവരുണ്ടെങ്കിൽ കേൾക്കുക. കാരണം അത് കേൾക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ പറയാനുള്ള കാരണം എന്താ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും കട്ട വാർണിംഗ് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ ഗബ്രിയും എൻ്റർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വളരെ നിർണായകമായ നിമിഷങ്ങളും കാര്യങ്ങളാണ് പോകുന്നത്. അപ്പോൾ ഒരു ചെറ്റത്തരം പുറത്ത് നടക്കുന്നുണ്ട്. കാരണം ഇത് കാണിച്ചു കൂട്ടുന്ന ആൾക്കാരോട് ഞാൻ ഇപ്പോഴേ അഡ്വാൻസ് ആയിട്ട് ചോദിക്കുകയാണ്, ഉളുപ്പില്ലേ എന്നുള്ളത്. ഈ ഉളുപ്പില്ലേ എന്ന് ചോദിക്കാനുള്ള കാരണം എന്താണ് ടോപ്പിക് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ബോട്ട്, PR, ബിഗ് ബോസ്, കണ്ടസ്റ്റൻറ്റ്. അതിൻ്റെ വിത്ത് പ്രൂഫ് വീഡിയോ ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ട് ഞാൻ വരുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.